ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ് സന്ദർശനം ഇന്ന് 7300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം നാളെ ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി സംവദിക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ കൊലപ്പെടുത്തിയ ആനയ്ക്കായി ദൌത്യസംഘം ഉൾവനത്തിൽ തെരച്ചിൽ നടത്തുന്നു. തണ്ണീർക്കൊമ്പന്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാകും ദൌത്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. 129ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് ഉച്ചയ്ക്ക് പമ്പ മണപ്പുറത്ത് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ സീറ്റ് വിഭജനം പൂർത്തിയായതായി കൺവീനർ ഇ പി ജയരാജൻ. UDFിലെ സീറ്റുകളിലെ അന്തിമ തീരുമാനം മുന്നണി യോഗത്തിന് ശേഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അണ്ടർ 19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം ഇന്നുച്ചയ്ക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. ഛാബ്വ ജില്ലയിൽ ഗോത്രവർഗ വിഭാഗങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി 7300 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും. 2 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ആഹാർ അനുദാൻ പദ്ധതിയുടെ പ്രതിമാസ ഗഡുവും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. കൂടാതെ സ്വാമിത്വ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് 1.75 ലക്ഷം രേഖകൾ വിതരണം ചെയ്യും. താന്ത്യ മാമ ഭിൽ സർവകലാശാലയുടെ തറക്കല്ലിടലും അദ്ദേഹം നടത്തും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം നൽകുന്നതിന് ആവിഷ്കരിച്ച റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം നാളെ നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ കൊലപ്പെടുത്തിയ ആനയ്ക്കായി ദൌത്യസംഘം വനത്തിൽ നടത്തുന്ന തെരച്ചിൽ തുടരുന്നു. കാട്ടിക്കുളം ബാവലി പ്രദേശത്താണ് ഇപ്പോൾ ആനയുള്ളതെന്നാണ് നിഗമനം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രാവിലെ ഈ ആന കാട്ടിക്കുളം മണ്ടുണ്ടി കോളനിക്ക് സമീപമുള്ള ജനവാസ മേഖലയിലായിരുന്നു. എന്നാൽ റേഡിയോ കോളറിൽ നിന്നും വനം വകുപ്പിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് ആന കടന്നതായാണ് സൂചന. ഇതനുസരിച്ച് വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള വനമേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതേസമയം അക്രമകാരിയായ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ കാട്ടിക്കുളത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. ബാവലിയിൽ വൈൽഡ് ലൈഫ് CCFന്റെ നേതൃത്വത്തിൽ 4 DFOമാർ, വെറ്ററിനറി ഡോക്ടർമാർ, 4 കുങ്കിയാന എന്നിവയും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആന വനത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഉടനെ മയക്കുവെടി വെക്കാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം രാത്രി 10 മണിയോടെ വീട്ടിലെത്തിച്ചു. 3 മണിക്ക് പടമല സെന്റ് അൽഫോൺസ ദേവാലയ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തണ്ണീർക്കൊമ്പന്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാകും വയനാട്ടിലിറങ്ങിയ ആനയെ പിടികൂടാനുള്ള ദൌത്യം നടത്തുകയെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി നോക്കിയ ശേഷം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ സീറ്റ് വിഭജനം പൂർത്തിയായതായി LDF കൺവീനർ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 15 സീറ്റിൽ CPIMഉം 4 CPIയും 1 കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകളിലായിരിക്കും CPIM, CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകി. അടുത്ത LDF യോഗത്തിന് മുൻപ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്ന് ജയരാജൻ അറിയിച്ചു. UDFിലെ സീറ്റുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത ബുധനാഴ്ച ചേരുന്ന മുന്നണി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും അറിയിച്ചു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഇന്ന് കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ഉച്ചയ്ക്ക് 3 മണിക്ക് അഴിയൂരിൽ സ്വീകരണമുണ്ടാകും. ശേഷം യാത്ര വടകര കോട്ടപ്പറമ്പ് മൈതാനിയിലേക്ക് എത്തും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം KPCC മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്യും. കടപ്പുറത്ത് ചേരുന്ന പൊതുസമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പെടലും അതിക്രമങ്ങളും രോഗങ്ങളും നേരിടുന്ന 147 കുട്ടികൾക്ക് വിവിധ പദ്ധതികൾക്ക് കീഴിൽ ധനസഹായമൊരുക്കി ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്. വിജ്ഞാനദീപ്തി, ഫോസ്റ്റർ കെയർ, CAM, കോവിഡ് സ്പോൺസർഷിപ്പ്, ആശ്വാസനിധി, ബാലനിധി തുടങ്ങിയ പദ്ധതികളിലൂടെ ഈ സാമ്പത്തിക വർഷം ഇതുവരെ 23.26 ലക്ഷം രൂപയുടെ സഹായമാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് വിതരണം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ദുരിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നതുമായ കുട്ടികൾക്ക് വിജ്ഞാനദീപ്തി പദ്ധതി പ്രകാരം മാസം 2000 രൂപ വീതം 70 കുട്ടികൾക്ക് നൽകുന്നുണ്ട്. മാതാപിതാക്കൾക്ക് വളർത്താൻ സാഹചര്യമില്ലാത്തതോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ ആയ കുട്ടികളെ താൽക്കാലികമായി മറ്റൊരു കുടുംബത്തിൽ വളർത്തുന്ന ഫോസ്റ്റർ കെയർ പദ്ധതിയിൽ 14 കുട്ടികൾ ഗുണഭോക്താക്കളാണ്. മുഖ്യമന്ത്രിയുടെ കോവിഡ് സ്പോൺസർഷിപ്പ് പദ്ധതിയിലൂടെ 4 പേർക്ക് മാസം 2000 രൂപ വീതം നൽകുന്നുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്കും ആസിഡ് ആക്രമണവും മറ്റ് അതിക്രമങ്ങളും നേരിട്ടവർക്കുമുള്ള ആശ്വാസനിധി പദ്ധതിയിൽ 14 കുട്ടികൾ അംഗങ്ങളാണ്. ബാലനിധി പദ്ധതിയിൽ 2 പേർക്കാണ് സഹായം നൽകുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. 129ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പീസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ഈ മാസം 18 വരെ പമ്പ മണപ്പുറത്ത് തുടരുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും ഒട്ടേറെ വിശ്വാസികൾ എത്തിച്ചേരും. 1 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ഓലപ്പന്തലും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകളും നടത്തും. പത്തനംതിട്ട അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇന്ന് സമാപിക്കും. 8 നാൾ പമ്പ മണൽപ്പുറത്ത് ആത്മീയ പ്രഭാഷണങ്ങളാൽ നിറച്ച 112ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ് IAS നിർവഹിക്കും. ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഹരിദാസ് അധ്യക്ഷത വഹിക്കും. പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിൽ ക്ഷണം സ്വീകരിച്ചതിന്റെ പേരിൽ NK പ്രേമചന്ദ്രൻ MPയെ CPM ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കില്ലെന്ന് K മുരളീധരൻ MP മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ UDF ഒറ്റക്കെട്ടായി നിലകൊള്ളും. UDFനകത്ത് സീറ്റ് സംബന്ധിച്ച തർക്കങ്ങളില്ലെന്നും K മുരളീധരൻ വ്യക്തമാക്കി. ഭാരതം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്ന കാലം വിദൂരമല്ല എന്ന് ഝാർഖണ്ഡ് ഗവർണർ CP രാധാകൃഷ്ണൻ. ആലുവയിൽ നടന്ന നമോ ധാന്യം സാമൂഹ്യ സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2 കിലോ വിത്തിറക്കി കൃഷി നടത്തി 2500-ലധികം കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ പെരുന്തല്ലൂരിലെ നെൽ കർഷകനായ ഭരതൻ. ഭാരതപ്പുഴയോരത്തെ പെരുന്തല്ലൂർ പാടശേഖരത്തിൽ നടത്തിയ കാർഷിക പരീക്ഷണം സംസ്ഥാനത്തെ തന്നെ കർഷകർക്ക് മാതൃകയായി മാറുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് എടപ്പാൾ. പരമ്പരാഗതമായി പൊന്മണി വിത്തിൽ കൃഷി നടത്തിയിരുന്ന പാടത്ത് അക്ഷയ വിത്തിന്റെ പ്രയോഗം വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് പെരുന്തല്ലൂരിലെ കർഷകർ. വിത്തുമാറ്റിയുള്ള പരീക്ഷണത്തിന് പൊതുവെ കർഷകർ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ കർഷകനും തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറുമായ ഭരതൻ ഒരു കൈ നോക്കാൻ സന്നദ്ധനാവുകയായിരുന്നു. വലിയ വിളവ് ലഭിച്ചതോടെ ഉത്സവാന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്ത്ത് നടന്നത്. 2 കിലോ വിത്ത് കൊണ്ട് 1 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അക്ഷയ എന്ന നെല്ലിനത്തെയാണ് മണ്ണിലിറക്കിയത്. കൊറ്റഞ്ഞാർ സമ്പ്രദായത്തിൽ ഇരട്ട വരി രീതി ഉപയോഗിച്ചായിരുന്നു നടിയിൽ. തവനൂർ കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷണൽ ഫാം മേധാവി ഡോക്ടർ അബ്ദുൽ ജബ്ബാറിന്റെ സാങ്കേതിക സഹായത്തോടെ തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പിന്തുണയോടുകൂടിയാണ് അക്ഷയ വിത്തിന്റെ കൃഷി നടത്തിയത്. ഇന്ന് ശാസ്ത്രമേഖലയിലെ വനിതകളുടെ അന്താരാഷ്ട്ര ദിനം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിർണായക പങ്ക് വഹിക്കുന്ന വനിതകളോടുള്ള ആദരസൂചകമായാണ് ദിനാചരണം. ഈ മേഖലകളിലെ വനിതാ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം മലയൻകീഴിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കരിങ്കോട്ടുകോണം സ്വദേശിയായ 24 വയസ്സുള്ള ശരത്താണ് ഇന്നലെ രാത്രി 12:30 കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വർഷം നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ശരത്തിന് മദ്യക്കുപ്പി കൊണ്ട് കുത്തേൽക്കുകയായിരുന്നു. ശരത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന അഖിലേഷിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊലപാതകത്തിൽ അരുൺ, സോളമൻ, അനീഷ് എന്നിവരെ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ നടന്നുവരുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടത്തിനായുള്ള ഫൈനൽ പോരാട്ടം ഇന്ന് രാത്രി 7-ന് ജവഹർ സ്റ്റേഡിയത്തിൽ കേരള യുണൈറ്റഡ് FCയും സാറ്റ് തിരൂരും തമ്മിലാണ് മത്സരം. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ 19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഉച്ചയ്ക്ക് 1:30 ബെന്നോനിയിലാണ് മത്സരം നടക്കുക. ടൂർണമെന്റിൽ തുടർച്ചയായ വിജയങ്ങളുമായാണ് ഇരു ടീമുകളും ഫൈനലിൽ എത്തിയത്. സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെയും ഓസ്ട്രേലിയ പാകിസ്ഥാനെയും പരാജയപ്പെടുത്തുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30 ജംഷഡ്പൂരിലെ JRT ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ് സന്ദർശനം ഇന്ന് 7300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം നാളെ ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി സംവദിക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരാളെ കൊലപ്പെടുത്തിയ ആനയ്ക്കായി ദൌത്യസംഘം ഉൾവനത്തിൽ തെരച്ചിൽ നടത്തുന്നു. തണ്ണീർക്കൊമ്പന്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാകും ദൌത്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 129ാമത് മാരാമൺ കൺവെൻഷന് ഇന്നുച്ചയ്ക്ക് പമ്പ മണൽപ്പുറത്ത് തുടക്കമാകും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ലെ സീറ്റ് വിഭജനം പൂർത്തിയായതായി കൺവീനർ EP ജയരാജൻ. UDF-ലെ സീറ്റുകളിലെ അന്തിമ തീരുമാനം മുന്നണി യോഗത്തിന് ശേഷമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരം ഇന്നുച്ചയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.